അതെ കനക, ഞാനിനി എല്ലാ ദിവസവും രാവിലെ നിന്നെ വിളിക്കാൻ വീട്ടിലോട്ട് പറഞ്ഞില്ല കേട്ടാ. ആ ക്ലീറ്റസ് മേത്തേക്ക് കയറണേ. രാത്രി നീ ഇവിടെയാണ് കിടന്നത്. നിനക്ക് ഇവിടെ എന്താ പണി? എപ്പോഴും അവര് തന്നെ ബഹളമാണ്. അതെ, അങ്ങനെ നോക്കണെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് വിട്ടേ പോണല്ലോ. നിനക്ക് പെങ്ങളെ കെട്ടിയവനാണെന്നെങ്കിലും പറയാം. ഞാൻ എന്തിനാ ഇതൊക്കെ സഹിക്കണത് വെറുതെ? ഇന്ന് രാവിലെ ഒരു വിഷയം ഉണ്ടായി. അപ്പൊ അമ്മാവൻ മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾ ഇന്നലത്തെ ഇഡ്ഡലിയൊക്കെ എടുത്തിട്ട് ഇതാ പുറത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് പത്രം എടുത്തുകൊണ്ട് പോകാൻ പുറത്തേക്ക് വന്നു. എന്നിട്ട് അവൻ വായിക്കുകയാണ് ഉറക്കെ. കൈക്കൂലി കേസിൽ KSEB ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിന്നെ ചൊറിയാനാണ്. അല്ലാതെ പിന്നെന്താണ്? പിന്നെ പറയാണ് 3 മാസം പഴകിയ ജഡം, ഒരു സ്ത്രീയുടെ ജഡം അഴുകി പുഴുത്ത് നാറിയിട്ടുള്ള പരുവത്തില് പിന്നെ എവിടെയോ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എഴുതോ? പത്രം എഴുതോ? ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വെറുതെ വെറുപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞടാ, ഞാൻ പത്രം കാണിക്ക്, ആ പത്രത്തിൽ ആ വാർത്ത ഉണ്ടോ ഞാനൊന്ന് നോക്കട്ടെ. അവ നോക്കുമ്പോ ഒന്നും തരുന്നില്ല. ഞാൻ അടുത്തേക്ക് വന്നു, പത്രം പിച്ച് ചീന്തി വലിച്ചാണ് ഇറങ്ങി. അങ്ങനുണ്ട്. അപ്പോഴാണ് നീ വന്നത്. ഇവന് ചെറിയ പ്രാന്തുണ്ട് തോന്നുന്നു. എന്താണ് അവന്റെ തലയിൽ നിന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ അമ്മയും ചമന്തിയും വീട്ടിലില്ല. അപ്പൊ ഞാനും അമ്മാവനും മാത്രമേ ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കള്ള് കുടിച്ച് ബഹളം ഉണ്ടാക്കി ഭയങ്കര പാട്ടും കൂത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ട് ഇവന്ന് ജമന്തി അമ്മയും വരുമ്പോൾ അവിടെ വിഷയം ഉണ്ടാക്കും. ഇനി ഓഫീസ് വിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നം തീർക്കലായിരിക്കും എൻ്റെ പണി. ഞാനുണ്ടായില്ല എന്ന് പറഞ്ഞേക്കണോട്ടെ ജമന്തിനോട്. അവൻ എന്നെ കൂടി കൂട്ടുമല്ലേ. ഫോൺ അടിക്കണ്ടല്ലോ. പരിചയമില്ലാത്ത നമ്പറാണ്, എടുക്കണ്ട. എടുത്തോ? അപ്പൊ എന്റെ കാശ് കൊടുക്കാനുള്ളവരായിരിക്കുന്നേ. എടുത്തിട്ട് ചോദിക്കണ ആരാന്ന്. ഹലോ, എന്നാ ജമന്തി? ജമന്തിയോ? ഇവിടെ ഉണ്ട്, എൻ്റെ കൂടെ ഉണ്ട്. കൊടുക്കണാ? വേണ്ടേ? വെറുതെ വിളിച്ചാ? ശരി. ജമന്തിയാടെ വിളിച്ചത്? എന്താന്നാ നിനക്ക് തരണാന്ന് ചോദിച്ചപ്പോ വേണ്ടാന്നും പറഞ്ഞ് കട്ട് ചെയ്ത്. നമ്മൾ രണ്ടാളും കൂടി ഒരുമിച്ചിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. അവളേതാ മോളെന്ന് അറിയാമോ? അതാണ്ടാ കണ്ടാ, ഇതവളെന്നെ. ഞാൻ ഓഫീസിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി വിളിക്കുന്നു. എടുത്തു. നിനക്ക് എന്താടി എൻ്റെ ഹലോ, നമസ്കാരം. KSEB. അത് ലൈന് പൊട്ടി വീണതാണ്. നന്നാക്കാൻ ആള് പോയിട്ടുണ്ട് കേട്ടോ. ശരി, ഓക്കെ. അപ്പം ഈ അമ്മാവും പെണ്ണും പടക്കോഴിയൊന്നും ഇല്ലാത്തതല്ലേ. ഞാൻ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ടാണ് ഇപ്പം അമ്മാവൻ എനിക്ക് കൂട്ടിന് വന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു തുള്ളി ആൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവനെ കൂടി വിളിച്ചൊരെണ്ണം കൊടുക്കായിരുന്നു, ശല്യം ഉണ്ടാക്കൂലല്ലോ. എന്റെ പൊന്നെ, എടാ അവനെ വിളിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം നിനക്ക് അറിഞ്ഞൂടെ? 2 എണ്ണം ചെന്ന് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതും ശരിയാണ്. ഹലോ, അതെ, നന്നാക്കാൻ ആള് പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ മാഷേ? പിന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ അടിക്കടിക്ക് വിളിച്ചോണ്ടിരിക്കണത്? എന്താണ്? ഞാൻ അപ്പം മര്യാദകേടായിട്ടൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഞാൻ വല്ലതും പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇത്രയൊക്കെ മര്യാദ എനിക്കുള്ളൂ. എന്തൊക്കെയാ ചൊറിഞ്ഞോണ്ടിരിക്കണ അയാള്? നിങ്ങൾ മാറി. ഞാൻ നല്ല തെറി പറയാ. ഞാൻ നല്ല തെറി അങ്ങോട്ട് പറയാ ഫോണില്. വേണ്ട. അപ്പോ അമ്മാവിന്റെ കാര്യം കേടാണ്. ഇപ്പൊ നമ്മളെന്താ പറഞ്ഞേ? ഫോൺ മാറ്റി വെച്ച കാര്യം. അതല്ല, മറ്റേ ജമന്തി ഇപ്പൊ ഫോണിൽ വിളിച്ചില്ലേ? അവളിപ്പോ വിളിക്കാൻ എന്താ കാരണം നിനക്കറിയോ? ഇത് ക്ലീറ്റസ് വിളിച്ച് ജമന്തിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് ശരി കഷ്ടം. ഹലോ, സാറേ. ഞാൻ ഇവിടെ ഉണ്ട്. അയ്യോ സാറേ, അത് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അറ്റൻഡ് ചെയ്തു ഞാൻ. അയ്യോ സാർ, അപ്പം എന്ത് ചെയ്യും? ഹലോ എന്താണെന്ന് ആകെ കുഴപ്പമായി. ഏയ്യപ്പ വിളിച്ചത്. എന്നിട്ട് എന്ത് പറഞ്ഞു? ആകെ കുഴപ്പമായി. എന്താണെന്ന്? അതെ, ഇത്ര നേരം ലാൻഡ് ലൈനിൽ വിളിച്ചത് വിജിലൻസ് കമ്മീഷണറാണെന്ന്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യും? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആരാ ഫോൺ എടുത്തത്? ഫോൺ എടുത്ത ആൾക്കെതിരെ നടപടി എടുത്തോളാം. ശരിയാണ്, എല്ലാ ഓഫീസിലും വിജിലൻസ് എൻക്വയറി നടക്കുന്ന സമയമാണ്. ഞാൻ പത്രത്തിൽ കണ്ട്. സസ്പെൻഷൻ എങ്ങാനും ആവൂ?
ഇത് പ്രശ്നമാവും. ഇന്നത്തെ ദിവസം ആകെ തൊലഞ്ഞു. നീ എന്തിനാ വെറുതെ ഫോൺ എടുത്ത് ആരാണെന്ന് അറിയാതെ അതും ഇതും വിളിച്ച് പറയാൻ പോണത്? ഇതേ ഇടിവെട്ടിന്റെ തലയിൽ പാമ്പ് പിടിച്ചു എന്ന് പറഞ്ഞ മാതിരിയായി പോയി. ഇത് ബുദ്ധിമുട്ടാവോട്ടാ. Versus Alien.